R സീരീസിലുള്ള ഒരു ക്യാമറ എടുത്തെന്ന് പറഞ്ഞ് വലിയൊരു മെച്ചം ഉണ്ടാവാൻ പോകുന്നില്ല. നെഗറ്റീവ് പറയാൻ നമുക്ക് കുറേ അധികം കാണുമായിരിക്കും. അപ്പോൾ ഈ ഒരു ക്യാമറ മേടിക്കാൻ പോകുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ പറയുന്ന ഹൈ എൻഡ് റെസൊല്യൂഷനിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. ഇന്നത്തെ ഒട്ടുമിക്ക ഫോട്ടോഗ്രാഫേഴ്സിനോടും അവരുടെ ഇഷ്ടപ്പെട്ട ക്യാമറ ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഉത്തരം സോണി എന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സോണി ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് ഒരുപാട് മോഡൽസ് പുതിയതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഏറ്റവും അധികം പ്രതീക്ഷിച്ചിരുന്നതും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നതും സോണി A7M5 എന്ന് പറയുന്നൊരു ഹൈബ്രിഡ് ക്യാമറ മോഡലിനെ ആയിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ A7M5-ന് പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറേ അധികം ആൾക്കാർ അതിൻ്റെ നെഗറ്റീവും അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണി A7M4 ആണ്. അപ്പോൾ അതിനകത്തൊന്നും വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് M5ലേക്ക് തോന്നിയിട്ടില്ല. എടുത്തു പറയേണ്ട ഒരു മാറ്റവും തോന്നിയത് 4K നമുക്ക് ക്രോപ്പ് ഒന്നും ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഒക്കെയാണ് തോന്നിയത്. അല്ലാതെ കൂടുതലായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് സോണിയുടെ ഏറ്റവും പുതിയ ക്യാമറ മോഡലായിട്ടുള്ള സോണി A7R6 എന്ന മോഡലിനെ കുറിച്ചിട്ടാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരെയും പോലെ ഞാനും ചിന്തിക്കാറുണ്ട്, സോണി എന്തിനാണ് ഇങ്ങനെ ഇപ്പം ഒരുപാട് ക്യാമറാസ് ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ പുതിയ പുതിയ മോഡൽസ് ഇറക്കി വിടുന്നതെന്ന്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണി ഇപ്പം ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അധികം മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതാണ് പുതിയ പുതിയ മോഡൽസ് വരുന്നതെന്നുള്ളതാണ്. സോണി ഇങ്ങനെ പുതിയ പുതിയ ക്യാമറ മോഡൽസ് ഇത്ര പെട്ടെന്ന് ഇറക്കി വിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പല ബ്രാൻഡുകളെയും പേടിച്ചിട്ടാണോ എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണി മറ്റ് പല ബ്രാൻഡുകൾക്ക് മുന്നേ പുതിയ പുതിയ മോഡൽസ് ഇറക്കി വിടുന്നു. അതിൻ്റെ പുറകെ വരുന്ന ചില മോഡൽസ് ഏകദേശം ഈ ഒരു സ്പെക്ക് കാര്യങ്ങളൊക്കെ വരുന്നെങ്കിലും ചിലപ്പം അതിനേക്കാളും മികച്ച രീതിയിൽ അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ അതിന് മുന്നേ കുറേ ക്യാമറ സെയിൽ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ മോഡൽസ് അതിന് മുന്നേ ആയിട്ട് ഇറക്കി വിടുന്നതായിട്ടാണ് നമുക്കിപ്പം കണ്ടുവരുന്നൊരു കാര്യം. അപ്പോൾ അതുപോലുള്ളൊരു ക്യാമറയാണോ ഈ 7R M6 എന്ന് ഉള്ളത് നമുക്കൊന്ന് നോക്കാം. കുറേ അധികം ആൾക്കാർ ഇതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ടൈമിലും ഞാൻ കൂടുതലും ക്യാമറകൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ കൂടുതലായിട്ടും ഒന്ന് നോക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് പറയാൻ നമുക്ക് കുറേ അധികം കാണുമായിരിക്കും. എങ്കിൽ പോലും അതിൻ്റെ പോസിറ്റീവ് വശങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ചിലപ്പം കുറച്ച് കാര്യങ്ങളെ കാണും. നെഗറ്റീവ് ആയിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ടുള്ളത്, നമുക്ക് അങ്ങനെ പറയാനാണെങ്കിൽ. പക്ഷേ ഞാൻ കുറച്ച് അധികം പോസിറ്റീവുകളാണ് ഞാൻ ഈ ഒരു ക്യാമറയെക്കുറിച്ചാണെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സിന് മാത്രമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ക്യാമറ യൂസ്ഫുൾ ആണെന്ന്. അതിൻ്റെ കുറച്ച് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് ഈ ക്യാമറ എനിക്ക് വലിയ യൂസ് ഉള്ളൊരു സാധനമല്ല. എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമറ എനിക്ക് പറഞ്ഞിട്ടുള്ളൊരു ക്യാമറ അല്ല. എന്നെപ്പോലെ തന്നെ ഉള്ള കുറേ ആളുകൾക്ക് നിങ്ങളുടെ ഇടയിലും കാണുമായിരിക്കും എന്നെപ്പോലുള്ള കുറേ ആളുകൾ. അപ്പോൾ അവർക്കൊന്നും ഈ ക്യാമറ എന്തായാലും ഒരു യൂസും ചെയ്യത്തില്ല. അപ്പോൾ എന്നെപ്പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ മാറി മാറി എടുക്കുന്ന ഒരാൾക്ക് ഈ R സീരീസിലുള്ളൊരു ക്യാമറ എടുത്തെന്ന് പറഞ്ഞ് വലിയൊരു മെച്ചം ഉണ്ടാവാൻ പോകുന്നില്ല. അത് ആ വീഡിയോയ്ക്ക് ഒരു ബെസ്റ്റ് ക്യാമറയാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തുമില്ല. അതിൽ വീഡിയോസ് എടുക്കാം എങ്കിൽ പോലും നമുക്ക് ഫോട്ടോസാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ R സീരീസിൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് നമുക്ക് A7M5 അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആ ഒരു സീരീസിലുള്ള ക്യാമറാസ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് ബെറ്റർ. അപ്പോൾ ഈ 7R M6 എന്ന് പറയുന്ന ക്യാമറ അതിൻ്റെ കുറച്ച് പ്ലസ് പോയിൻറ്റുകളും അതുപോലെ തന്നെ അതിനുള്ള നെഗറ്റീവ്സുകളും നമുക്ക് ഈ വീഡിയോയിലേക്കൂടെ ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ സോണിയുടെ R സീരീസ് ക്യാമറാസ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫേഴ്സിന് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ക്യാമറാസാണ്. അപ്പോൾ നമ്മൾ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന ഈ R സീരീസിലുള്ള ക്യാമറാസിൻ്റെ റെസൊല്യൂഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റിൽ ഇറങ്ങിയ ഒരു ക്യാമറ മോഡൽ R സീരീസിൽ ഇറങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7R M5 ആയിരുന്നു. 7R M5-ൽ 61 മെഗാ പിക്സൽ ആയിരുന്നു നോർമൽ സെൻസറിലായിരുന്നു ഈ ക്യാമറ എങ്കിൽ ഇപ്പോൾ വന്നിട്ട് ഇത് 66.8 മെഗാ പിക്സലിൽ ഈ സ്റ്റാക്ക് സെൻസറോട് കൂടിയാണ് ഈ ഒരു ക്യാമറ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു റെസൊല്യൂഷനിൽ നമ്മുടെ ഫോട്ടോസ് എടുക്കാൻ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ക്യാമറ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഈ 7R M6-നെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ റെസൊല്യൂഷനുകൾ ഫ്ലെക്സ് പ്രിൻറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ തന്നെ ഒരു ഹൈ എൻഡ് റെസൊല്യൂഷൻ വേണ്ടുന്ന രീതിയിലുള്ള
ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒരു നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കാം ഈ ക്യാമറ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ 7R-M5 നിന്ന് വലിയൊരു മാറ്റം ഇല്ല ഈ റെസൊല്യൂഷനിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുമായിരിക്കും. എന്ന് പറഞ്ഞാൽ 61 എന്ന് പറയുന്നത് ഒരു 66 മാറിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് മാത്രമല്ല ഇതിൽ വന്നേക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. മറ്റേതിൽ 7R-M5 എന്ന് പറയുന്ന ഒരു നോർമൽ സെൻസർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ M6 വന്നപ്പോഴത്തേന് ഒരു സ്റ്റാക്ക്ഡ് സെൻസറായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ നമുക്ക് റീഡ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടെ അധികമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റോളിംഗ് ഷട്ടർ പ്രോബ്ലം എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു 7R-M6 ഏറ്റവും വലിയൊരു പ്രത്യേകത, ആ ഒരു സെൻസർ മാറ്റത്തിലൂടെ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ ഒരു അതിവേഗതയാണ്. അതായത് ഷൂട്ടിങ്ങിലുള്ള ഒരു വേഗത. അതായത് ഒരു ഇലക്ട്രോണിക് ഷട്ടറിൽ നമുക്ക് ഒരു 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഈ ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നെപ്പോലെ ഫോട്ടോയും വീഡിയോ എടുക്കുന്ന എല്ലാ ആൾക്കാർക്കും ഒന്നും ഇത് വലിയ യൂസ് ഒന്നും ആയിരിക്കത്തില്ല. ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഈ പറയുന്ന വൈൽഡ് ലൈഫ് അല്ലെ സ്പോർട്സ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ ഹൈ എൻഡ് റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഈ വൈൽഡ് ലൈഫിലൊക്കെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഇതൊരു അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്യാമറ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുമോ. ഈ ഓടുന്ന ഒരു മൃഗങ്ങളുടെ ഒരു ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പറക്കുന്ന പക്ഷികളുടെയൊക്കെ വേഗത്തിലുള്ള ഷൂട്ടുകൾ അല്ലെ ഫോട്ടോസൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു ക്യാമറ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അവരെപ്പോലുള്ളവരാണ് ഈ ഒരു ക്യാമറ സെലക്ട് ചെയ്യേണ്ടത്. അവർക്ക് ഈ പറയുന്നതിൻ്റെ തൊട്ട് ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഒന്നും പറയാൻ പറ്റാത്തൊരു ക്യാമറ ആയിരിക്കാം ഇത്. നമുക്കിത് നോക്കുമ്പോൾ എന്തുവാ, നമ്മൾ ഫോട്ടോയും വീഡിയോ എടുക്കുന്ന ആൾക്കാർ അവർക്ക് ചിലപ്പോൾ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ നെഗറ്റീവുകളായിരിക്കും കൂടുതലും ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ സോണിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും അധികം പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓട്ടോ ഫോക്കസിങ്ങിൻ്റെ ഒരു സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന 759 ഫേസ് ഡിറ്റക്ഷൻ പോയിൻറ്റുകളാണ്. അത് ഈ ഒരു ക്യാമറയിൽ സംബന്ധിച്ചിട്ട് നോക്കുമ്പോൾ ഓട്ടോ ഫോക്കസിങ്ങിൽ ഏറ്റവും വലിയൊരു പ്രാധാന്യം ഈ ഒരു ക്യാമറയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വേണമെങ്കിൽ പറയാം നമുക്ക്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഫീച്ചറായിട്ടുള്ള പ്രീ ക്യാപ്ചർ എന്ന് പറയുന്നൊരു ഫീച്ചർ. അതായത് ഈ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷട്ടർ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്നതിന് 1 സെക്കൻഡ് മുന്നേ വരെയുള്ള ഫ്രെയിംസ് നമുക്ക് ഇതിൽ സേവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചറുണ്ട്, എക്സസ് സ്പോട്ട് ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ക്യാമറ കൂടുതലായിട്ടും ഈ വൈൽഡ് ലൈഫിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പുകൾക്കും അല്ലെങ്കിൽ ഈ മരങ്ങൾക്കൊക്കെ ഇടയ്ക്കും അല്ലെങ്കിൽ ഈ പച്ചലയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇരിക്കുന്ന വന്യമൃഗങ്ങളെ അങ്ങനെയൊക്കെയുള്ള അനിമൽസിനെയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന ഒരു സമയത്ത് പെട്ടെന്ന് അതിനെ ക്യാച്ച് ചെയ്ത് അതിൻ്റെ ഐയിലൊക്കെ കയറി ക്യാച്ച് ചെയ്ത് അതിനെ ഫോക്കസ് ചെയ്യാനായിട്ട് പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതാണ് എക്സസ് സ്പോട്ട് ഫോക്കസ് എന്ന് പറയുന്നൊരു ആ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. അതും ഈ ഒരു ക്യാമറയിൽ ഇപ്പോൾ സോണി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 7R-M5 നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു 15 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ച് ആയിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയൊരു സെൻസറും പുതിയൊരു പ്രോസസ്സറും ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ പുതിയ 7R-M6 വരുന്നത് ഒരു 16 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ചാണ്. അപ്പോൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു അടുത്തൊരു കാര്യമാണ് ഈ ഒരു ക്യാമറയിൽ അടുത്തൊരു ഫീച്ചറുണ്ട്, അതായത് ഡുവൽ ഗെയിൻ ISO മോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മേന്മയെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഷാഡോ ഒക്കെ നമ്മൾ റിക്കവർ ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് നോയ്സ് കുറവായിട്ട് വരും. അതായത് നമ്മൾ ലോ ലൈറ്റിലൊക്കെ ഷൂട്ട് ചെയ്യുന്നൊരു സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ അതിനകത്തുനിന്ന് ഒരു ഷാഡോ റിക്കവർ ചെയ്യുന്നൊരു ടൈമിലൊക്കെ നമുക്കൊരു നോയ്സ് അടിക്കാത്ത ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചേഴ്സൊക്കെ കിട്ടാൻ ഇത് കൂടുതലായിട്ട് സഹായിക്കുമെന്നാണ് സോണി പറയുന്നത്. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഈ നമ്മൾ രാത്രിയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാമറയുടെ ബട്ടണുകളൊക്കെ നമ്മൾ തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കുമല്ലേ. അപ്പോൾ അത് നമ്മൾ തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കുന്നതിന് പകരമായിട്ട് അവർ ആ ബട്ടൺസൊക്കെ ഒന്ന് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയൊരു കാര്യം ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറ മേടിക്കാൻ പോകുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ ക്യാമറയ്ക്ക് നമ്മളുടെ പഴയ NB FZ100 എന്ന് പറയുന്നൊരു ബാറ്ററി ഉണ്ടല്ലോ. നമ്മൾ നോർമലി ഇപ്പം ഈ പറയുന്ന M3 തൊട്ടുള്ള ക്യാമറകളിലൊക്കെ നമ്മൾ ആ ഒരു ക്യാമറ തൊട്ടുള്ള എല്ലാത്തിലും നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ഒരു ബാറ്ററി ഉണ്ടല്ലോ, ആ ബാറ്ററി അല്ല ഇതിൽ യൂസ് ചെയ്യുന്നത്. ആ ഒരു ബാറ്ററിയുടെ കാലം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിയും തിരിഞ്ഞും എല്ലാം നമ്മൾ സോണി യൂസേഴ്സ് എല്ലാവരും ഒരു വർക്കിന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കൂടെ വരുന്ന എല്ലാ ആൾക്കാരും അത് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബാറ്ററിക്ക് ചാർജ് കൂടെ വാങ്ങുന്നുണ്ടെങ്കിൽ അടുത്തൊരാളുടെ നിന്ന് മാറി തിരിഞ്ഞും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഞങ്ങളിപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഈ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവത്തില്ല. ബാറ്ററി മാറിയത് ഒരു പോരായ്മയായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊരു പോരായ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഈ പറയുന്ന ബാറ്ററി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി തിരിഞ്ഞൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇതൊരു പോരായ്മയായിട്ട് തോന്നുന്നത്. അല്ലാത്തവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററി ചേഞ്ച് എന്ന് പറയുന്നത് സോണി എനിക്ക് തോന്നുന്നു കുറേ അധികം നാളുകൾക്ക് ശേഷമാണ്, ഒരു 8-9 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ബാറ്ററി ചേഞ്ച് ചെയ്ത് അവർ ഇറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ വലിപ്പത്തിലും എല്ലാത്തിലും അതിൻ്റെ ഗ്രിപ്പ് കാര്യങ്ങളിലെല്ലാം ഒരു ചേഞ്ച് വരുത്തിയിട്ടാണ് ഈ ഒരു ബാറ്ററി ഇപ്പോൾ അവർ ഇറക്കിയേക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്ന സോണിയുടെ NB-FZ100 എന്ന് പറയുന്ന ആ ഒരു ബാറ്ററി അവർ ഫുള്ളി ചേഞ്ച് ആക്കിയിട്ട് ഇപ്പോൾ ഇറക്കിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NB-SA100 എന്ന് പറയുന്ന പുതിയ ഒരു ബാറ്ററിയാണ്. അപ്പോൾ അതിന് ഒരു വലിപ്പം കൂടുതലാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു കപ്പാസിറ്റിയും കൂടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആ ഒരു ബാറ്ററിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിങ്ങനെ ബാറ്ററി ഒന്നും മാറി തിരിഞ്ഞു ഇപ്പോൾ ഒരു വർക്കിന് പോകുന്നൊരു സമയത്ത് നമ്മുടെ ബാറ്ററി ഡെഡായിപ്പോയി, അല്ലെങ്കിൽ നമ്മളൊരു ബാറ്ററി മറന്നുപോയി, തൊട്ടടുത്തിരിക്കുന്നതിൻ്റെ ഈ സെയിം ക്യാമറ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ നമ്മൾ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ ബാറ്ററി, ഇപ്പം അധികത്തിലുള്ള ബാറ്ററികളൊക്കെ ഉണ്ടല്ലോ സോണിയുടെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു അബദ്ധമായിരിക്കും. അത് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ബാറ്ററി ഇതിന് യൂസ് അല്ല, ഇതിന് പുതിയ ബാറ്ററി നമ്മൾ മേടിക്കേണ്ടി തന്നെ വരും. അപ്പോൾ ഈ 7R M6 എന്ന് പറയുന്ന ഒരു മോഡൽ എന്നെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഈ പറയുന്ന ഹൈ എൻഡ് റെസൊല്യൂഷനിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. അതല്ലാത്തുള്ള ആൾക്കാർക്ക് അത്ര യൂസ്ഫുൾ അല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. എങ്കിലേ നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.